താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ് താങ്കൾ. ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും 800 ചിലവാനും കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നു. ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് സാക്ഷികൾ ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. 2 വാക്കും കൂടി ആ ചോദ്യത്തെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഈ പറയുന്ന ഇത്രയും കാലത്തെ ഒന്ന് കംപ്ലീറ്റ് ആകാൻ പറ്റും. ലൈവാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിന് അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയാം. കേരളത്തിന് പരിചയം എന്നാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴല്ല. ആ പരിചയം 19-ലില്ലായിരുന്നു, അതിന് 21-ലില്ലായിരുന്നു. അന്ന് ഞാൻ MP അല്ല. ആ പരിചയം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ 5 വർഷവും ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ഇനി 5 വർഷം ശ്രമിക്കും. ഇനി അങ്ങോട്ട് എങ്ങനെ? തൃശ്ശൂർ എടുത്തതാണോ? തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത്, അതേ ഡെസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എന്റെ തലയിലേക്ക് ഞാൻ കൊണ്ടു നടക്കും. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? ഇനി മുന്നോട്ടേക്ക് സുരേഷ്, ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? അല്ല, ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാനില്ല. ഞാൻ പറഞ്ഞില്ലേ, 5 കൊല്ലത്തെ പ്ലാനിൽ ഒരു 10 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി. 3 മോഡ്യൂൾ എനിക്ക് അടുത്ത 5 വർഷം ഉറപ്പിക്കാം. അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ പിൻഗാമിക്ക് വേണ്ടി എനിക്ക് അത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല. അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും. പുതിയ സിനിമകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഉന്നയിച്ചത്. ഞാൻ എന്റെ നേതാക്കളോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്, രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട്, അശ്വിനി വൈഷ്ണവ് ജിയോട് പറഞ്ഞിട്ടുണ്ട്, അനുരാഗ് ഠാക്കൂർ ജിയോട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണ് എന്റെ സുഹൃത്തുക്കൾ. അല്ല, കൈരളിയാണ്. അപ്പോ അല്ല, ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ ഞാൻ വരേണ്ടത്. ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ആണ്. എനിക്ക് കലയെന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ആ പാഷൻ വന്നിട്ടുണ്ട്. എനിക്ക് പാട്ട്, സിനിമ അഭിനയം, എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ്. ഇനി എനിക്ക് സമയം കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ഞാൻ വലിയ ഉത്തരവാദിത്തമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട MP പണിയെടുക്കണം. എന്ന് ബൂത്ത് തലത്തിൽ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുവൊടിക്കും. അവരിനി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് 3 മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും. തൃശ്ശൂർ പ്രചരണം തുടങ്ങിയപ്പോൾ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ചേട്ടൻ പ്രവർത്തകരോട് ചൂടാവുന്ന ഒരു വീഡിയോ ആണ്. ആ സമയത്ത് എനിക്കറിയത്തില്ല, അന്ന് അവിടെ വന്ന് അന്ന് അവിടെ ഒരു കുട്ടിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കും. എന്നിട്ട് അവിടെ വന്ന എണ്ണ അതിൽ എത്ര പേർക്ക് ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത്,
ഇവിടെ 27 വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ, ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചൂടാവും, ഇനിയും ഞാൻ ദേഷ്യപ്പെടും. അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത്. ഇതേ പ്രവർത്തകർ പറയട്ടെ, അവർക്ക് വിഷമമുണ്ടെന്ന്. അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു, കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞു. മുകേഷ് പരാജയപ്പെട്ടിരിക്കുകയാണ് കൊല്ലത്താൽ. മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത്. ബി.ജെ.പി. സംസ്ഥാനത്തെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ വിജയം ഒരു MP എന്നത് മാത്രമല്ല, കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയൊരു പേരോട്ടുണ്ടാക്കാൻ തുടക്കം കംപ്ലീറ്റ് വരെ. അപ്പോൾ തുടക്കമാണ്. സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിമാർ ബി.ജെ.പിക്ക് ഉണ്ടായിട്ട് അത് രാജ്യസഭ വഴിയാണ്. ലോക്സഭ വഴി ഒരു മന്ത്രിക്ക് ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും മാറും? അത് വരുന്നതിനൊരു സമയമുണ്ട്. ആ സമയം എനിക്കറിയാം. അന്നേരത്തേക്ക് അത് വരും എന്നൊരു ഉറപ്പെനിക്കുണ്ട്. പക്ഷേ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അതിൻ്റെ മാർഗം ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിജയത്തിലാകുന്നതാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്. എന്നോട് ചോദിക്കുന്നത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിന്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. മനോമാറ്റത്തിന്റെ വിലയിരുത്തൽ എല്ലാവരും പറയുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ ജയിച്ച ബി.ജെ.പി. MP ആണ്, കേന്ദ്രമന്ത്രിയാകും എന്ന് എല്ലാവരും ഉറപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല സെൻട്രലില് ബി.ജെ.പി. വരും എന്നുള്ളൊരു ഫീലും ഉണ്ട്. അപ്പൊ അങ്ങനെ ആയാൽ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാൽ എന്തായി? അതാ ഞാൻ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പിടിക്കുന്നുണ്ട്. അവർ ആ കുട മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം. എന്തായാലും ഞാൻ എൻ്റെ പാർട്ടി തീരുമാനത്തെ നിന്ദിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യും. ഇടയ്ക്ക് സുരേഷ് വിഷമം ഉണ്ടായിരുന്നു, മാധ്യമ വേട്ട കേസൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് മാറിയോ? അതൊന്നും ഒരിക്കലും മാറില്ല. നിങ്ങൾ എന്നെ പട്ടടയിൽ കൊണ്ട് കത്തിച്ചാലും കാണുന്നത് ചതിയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ചിട്ട് ഒറ്റ, ഈ മനുഷ്യനെ നിരക്കാത്ത ചതിയായിരുന്നു. ഏത് ഘടകമാണ് താങ്കൾക്ക് അനുകൂലമായത് രാഷ്ട്രീയമായിട്ട്? ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. കരുവന്നൂര് വിശ്വാസം. കരുവന്നൂരല്ല ഞാൻ ആദ്യം പോയത്, മാവേലിക്കരയാണ്. ആ മാവേലിക്കരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട്, നഴ്സായിട്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. അത് സെപ്റ്റംബറിലാണ്, 2021 സെപ്റ്റംബർ. ഇത് 2023 അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡാണിത്. ഇറ്റ്സ് എ ക്രൂസൈഡ്. അത് ഇനിയും തുടരും. പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു. അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല, കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. പാവപ്പെട്ടവന്റെ പണമാണത്. അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും എൻ്റെ ഒന്നും പണമില്ല, അംബാനിയുടെ അദാനിയുടെ ഇല്ല. വേർപ്പല്ലൊഴുക്കിയത്, ചോരയൊഴുക്കിയ ജനങ്ങളുടെ പണമാണത്. അതിന് അക്കൗണ്ടബിലിറ്റി വേണം. അത് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വികാരമുണ്ടോ? തൃശ്ശൂർ പൂരം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകും. ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. ടിവിയിലിരുന്ന് കാണും. ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിന്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും. അപ്പൊ ആ തിടം ഈ ഹൃദയത്തിലൂടെയാണ് ഏറുന്നത്. അല്ല, അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ വിഷമത്തിലാക്കുന്നില്ല. അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോ അതൊരു ചെറിയ തട്ട് കിട്ടുന്ന എന്നെ പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം. ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ല. ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. എന്നോട് കളക്ടർ പറഞ്ഞത്, പ്ലീസ് സർ, ഡോണ്ട് കം ടു മീ, ദി ഇലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവെന്റ്, യു കനോട്ട് കം അപ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ ദേവസ്വത്തിൽ പോകാതിരുന്നത്. ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത്, കളക്ടറും കമ്മീഷണറും ഒക്കെ. പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച്
ഇതെന്താണ് ഇങ്ങനെ പറയുന്നു, അവിടെ ചെല്ലാൻ പാടില്ല. ചേട്ടാ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് നിലയ്ക്ക് നിർത്തും, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്നാൽ അതിനെന്നെ അവർ തന്നെ അവഗണിച്ചു. ദൈവമുണ്ട് സാർ, ദൈവമുണ്ട്. നാട്ടുകാർക്ക് അറിയേണ്ട വ്യക്തിപരമായ ഒറ്റൊരു ചോദ്യം, ഒരുപാട് കാലം ആഗ്രഹിച്ചതായിരിക്കും ഇങ്ങനൊരു ദിവസം. ഇന്നത്തെ ദിവസം എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ? രാത്രി കിടന്നുറങ്ങിയാലും പറന്ന് തട്ടുമുറപ്പൊക്കെ തട്ടി വീടുന്നതാകും. അത്രയും സന്തോഷത്തിന്റെ പരകോടിയിലാണ്. എന്താ ഒരു വികാരം എന്താണ്? സക്സസ് തരുന്ന സന്തോഷമുണ്ടാകും, അത് കുതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാകും. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു എക്സ്റ്റസി ആയിട്ടാണ്. താങ്ക് യു.